പരമ്പരാഗതമായി ഉയർന്ന ക്രൈസ്തവ പാരമ്പര്യമുള്ള പോർച്ചുഗലിൽ ചുരുങ്ങിയ എണ്ണം മുസ്ലിങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. പണ്ടുകാലത്ത് മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിച്ചിരുന്ന കാലത്ത് പോർച്ചുഗലിലെ ചില ഭാഗങ്ങൾ ഭരിക്കുകയും വമ്പിച്ച സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ 65,000 മുസ്ലിങ്ങൾ മാത്രമേ പോർച്ചുഗലിൽ താമസിക്കുന്നുള്ളൂ. മുസ്ലിങ്ങളും പോർച്ചുഗീസുകാരും തമ്മിലുണ്ടായിരുന്ന ശത്രുതയൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി. കാരണം യൂറോപ്യൻ യൂണിയന്റെ അംഗമായ പോർച്ചുഗൽ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ. മുസ്ലിങ്ങൾക്ക് പോർച്ചുഗലിൽ താമസിക്കുവാനും മതപ്രചരണം നടത്തുവാനും പള്ളികൾ ഉണ്ടാക്കുവാനും ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല. പോർച്ചുഗലിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ കൂടുതലും സിറിയ പോലെയുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. അതുപോലെ അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ മഗ്രിബ് രാഷ്ട്രങ്ങളിൽ നിന്നും കുറേയധികം മുസ്ലിങ്ങൾ പോർച്ചുഗലിൽ താമസിക്കുന്നുണ്ട്. ബംഗ്ലാദേശികളും ഇവിടെയുണ്ട്. പോർച്ചുഗലിലെ മുസ്ലിങ്ങളിൽ 22,000 പേർ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കൂടുതലും ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട ഷിയാക്കളാണ് ഇവിടെയുള്ളത്. ഇസ്മായിലി ഷിയാക്കളുടെ ലോക നേതാവായ ആഗാ ഖാൻ ഇവിടെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇസ്മായിലി മുസ്ലിങ്ങളുടെ ലോക ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാൻ വേണ്ടി പോർച്ചുഗൽ അദ്ദേഹത്തിന് ഒരു വലിയ കൊട്ടാരം വിട്ടുകൊടുത്തു. ലോകമെമ്പാടും 1.5 കോടി അനുയായികളുള്ള ഒരു വലിയ ഷിയ പ്രസ്ഥാനമാണ് ആഗാ ഖാൻ പ്രസ്ഥാനം. ആഗാ ഖാന്റെ മനുഷ്യകാരുണ്യ സംഘടനകൾ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും പല ഭാഗങ്ങളിലും പല സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഗ്രാമീണ വികസനത്തിലും സാമ്പത്തിക മേഖലയിലും വമ്പിച്ച മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ആഗാ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്ക്. വിദ്യാഭ്യാസ മേഖലയിലും വമ്പിച്ച കോൺട്രിബ്യൂഷൻ ഈ സംഘടന നടത്തുന്നുണ്ട്.